ഇന്നത്തെ നമ്മുടെ ചോദ്യം ആൺകുട്ടികളോടാണ്. നിങ്ങളുടെ പാർട്ട്ണറിന് ജോലി വേണമെന്ന് നിർബന്ധമുണ്ടോ? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് പബ്ലിക് ഒപ്പീനിയൻ. നിങ്ങളുടെ പാർട്ട്ണറിന് ജോബ് വേണമെന്ന് നിർബന്ധമുണ്ടോ? ജോബ് വേണമെന്നോ? അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. എനിക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമൊന്നും. പക്ഷെ ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് ബാലൻസ് ചെയ്യണമെങ്കിൽ ജോബ് രണ്ടുപേർക്കും വേണമെന്ന്. അതിപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ രണ്ടുപേർക്കും ഉണ്ടെങ്കിലാണത് പോവുള്ളൂ. അപ്പോൾ നമുക്ക് നിർബന്ധമൊന്നുമില്ല, പോകണമെന്ന്. പോയാൽ നല്ലതാണ്. അപ്പോൾ ഈ ചിലർ പറയാറില്ലേ പെൺകുട്ടികളെ വീട്ടിലായിരിക്കണം, അതാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്നൊക്കെ പറയുന്നത്. ആ കോൺസെപ്റ്റ് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഒരു തളച്ചേർന്ന ഒരു ഇതല്ല. നമുക്ക് അങ്ങനെയൊന്നുമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ പോകട്ടെ. എൻ്റെ പാർട്ട്ണർ അത് അവരുടെ പെർസ്പെക്റ്റീവ് നിന്ന് അവരുടെ ചോയ്സ് അനുസരിച്ച് ഇഷ്ടമുള്ള പോലെ അവർക്ക് ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്യാം. എന്നാലും ഒരു ഫാമിലി ഒരു ബാലൻസ് ആയി പോകണമെങ്കിൽ രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ നല്ലത്. അങ്ങനെ വേണമെന്നില്ല. അവർക്ക് ചിലപ്പം വീട്ടിൽ ലേസി ആയിട്ട് ഇരിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം. അവർ ചിലപ്പം അവർക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമായിരിക്കും. ചിലപ്പോൾ ജോലി ചെയ്തില്ലെങ്കിൽ വീട്ടിൽ ചുമ്മാ ഇരുന്ന് ബോറടിച്ച് അങ്ങനെ അതിനെക്കാട്ടിയും ജോലി ചെയ്യണല്ലേ നല്ലത്. എന്നാലും എല്ലാം 50-50 ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫീലിംഗ് എന്ന് തോന്നിയിട്ടുണ്ട്. 50-50 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ചിലപ്പം അവൾക്ക് ചെയ്യാനോ അവൾക്ക് അവനോ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യും, അവൾക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്യും. അതുകൊണ്ട് രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ ടാലി ആയി പോകുള്ളൂന്നാണ്. അല്ലാതെ ഈ പണ്ടത്തെ കാലത്ത് പറയാറില്ലേ പെൺകുട്ടികളെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കിയിരിക്കണം, അങ്ങനത്തെ കോൺസെപ്റ്റ് ഇല്ല? അതിനോട് വിശ്വാസമില്ല. ഞങ്ങളുടെ പാർട്ട്ണർ ഉണ്ടായാ നല്ലത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തില് ഒരു ലൈഫ് സ്റ്റൈലിന് നമുക്ക് രണ്ടാൾക്കും ജോലികളാണ് നല്ലത്. നിങ്ങൾക്കോ? ഇപ്പൊ പണ്ടത്തെ കാലത്ത് പറയാറില്ല കല്യാണം ഇങ്ങനെ വീട്ടിൽ എന്താ ഭാര്യമാര് പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനത്തെ നടക്കില്ല. ഇപ്പൊ റോള് സ്വിച്ച് ചെയ്യാനാണെങ്കിലോ, ഇപ്പൊ നിങ്ങളെ ഹൗസ് ഹസ്ബൻഡ് പെൺകുട്ടികൾ ജോലിക്ക് അതങ്ങനെ മടിയന്മാരാവാണോ നിങ്ങളെ? ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ കുഴപ്പമില്ല, ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. മതി, രണ്ടായാലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ നോക്കുന്നില്ല. ഞാൻ എന്തായാലും കുഴപ്പമില്ല, നോക്കാം. അത് അവരുടെ താല്പര്യം വരെ. താല്പര്യം അല്ല, ഈ പണ്ടത്തെ കാലത്തൊക്കെ പറയാറില്ലേ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കണം. ഇപ്പൊ ഫാമിലി പ്ലാനിങ് രണ്ടുപേർക്ക് ജോലി ഉണ്ടെങ്കിൽ ബെറ്റർ ആവുള്ള എക്സ്പെൻസും, കാരണം ഇപ്പത്തെ കാലം കുറെ മാറിയല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോട്ടെ, അങ്ങനെയാണോ? റോള് സ്വിച്ച് ചെയ്യാൻ റെഡിയാണോ? ലൈക്ക് നിങ്ങള് ഹൗസ് ഹസ്ബൻഡ് എന്തായാലും ഓക്കെയാണത്? നിർബന്ധമായിട്ടില്ല, ഉണ്ടെങ്കിൽ നല്ലത്. അങ്ങനെ സപ്പോർട്ടീവ്. ഇപ്പൊ ഫാമിലി പ്ലാനിങ്ങില് രണ്ടുപേർക്കും ജോലി ഉള്ളത് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലം അറിയാലോ, ഭയങ്കര ചെലവും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ഒരു ഫാമിലി പ്ലാനിങ് രണ്ടുപേരും ജോലി ഉണ്ടെങ്കിലാണ് നല്ല പ്രോപ്പർലി ഫാമിലി പോവുള്ളൂ എന്ന് തോന്നുന്നു. എന്നൊരു തോന്നലില്ല, പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം കോപ്പറേറ്റീവ് രണ്ടുപേർക്കും കാര്യങ്ങള് കൊണ്ടുപോകാൻ ഉണ്ട്. നിർബന്ധമുണ്ട്, എന്നാലും ഏത് ജോലിയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അല്ല, ഇപ്പൊ നമ്മള് പറയില്ലേ ഒരു ഫാമിലി പ്ലാനിങ്ങിന് രണ്ടുപേർക്കും ഒരേപോലെ ജോലി ഉള്ളത് നല്ലതാണ്. ആ ഒരു കോൺസെപ്റ്റ് ശരിക്കും സത്യമാണെന്ന് തോന്നുന്നു. സത്യമാണെന്നില്ല, ഇത് വെച്ചിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അതാണ് ഒരാളുടെ മാത്രം വെച്ച് മൊത്തം ഓടിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പൊ തന്നെ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ചെലവ് കയ്യിൽ നിൽക്കുന്നില്ല. അപ്പൊ ഒരു പാർട്ട്ണറോട് ആയി കഴിയുമ്പോ ഒരിക്കലും പറ്റത്തില്ല. ഏറ്റവും നല്ലത് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ. ജോലി ഇല്ലെന്നും പറഞ്ഞ നമ്മള് പാർട്ട്ണറെ വേണ്ടതൊന്നുമില്ല. നല്ലത് രണ്ടുപേർക്കുള്ളത്. അപ്പൊ ഈ ചിലരിങ്ങനെ പറയില്ലേ ഇപ്പൊ രണ്ടുപേർക്ക് ജോലി ഇല്ലാണ്ട് എല്ലാ വീട്ടിന്റെ ജോലിയാണെങ്കിലും പുറത്ത് നമ്മളിപ്പോ ജോലിക്ക് പോകണമെന്നാണെങ്കിൽ 50-50 ഡിവൈഡ് ചെയ്ത് ചെയ്യണം എന്നൊക്കെ. അത് നല്ലൊരു കോൺസെപ്റ്റ്, നല്ലൊരു ഇതാണ്. 50-50 ഇല്ലേലും പറ്റുന്ന അത്രയും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ
അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി നിൽക്കുന്നില്ല. ഇല്ല, നിർബന്ധമൊന്നുമില്ല. നല്ലൊരു ജോലി എനിക്കുണ്ടെങ്കിൽ പിന്നെ പാർട്ണർ സെറ്റാണ്. എന്നാൽ ഇപ്പത്തെ കാലത്ത് അറിയാലോ, ജോലി ഭയങ്കര ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം. അല്ലാണ്ട് നിർബന്ധിക്കൊന്നുമില്ല ജോലിക്ക് പോകണം. ആ. എനിക്ക് ആഗ്രഹമുണ്ട്, വീട്ടിലിരിക്കാൻ താല്പര്യമില്ല, ജോലിക്ക് പോയി ഓക്കെ അങ്ങനെ നിർബന്ധിക്കുന്നു. അല്ല, ഇപ്പത്തെ കാലത്ത് അറിയാലോ ഭയങ്കര ചെലവല്ലേ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ബാലൻസ് ആവണമെങ്കിൽ രണ്ടുപേർക്കും ഞാൻ പറഞ്ഞ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ സേഫാണ്, സെറ്റാണ്. അതിനെ നിർബന്ധിക്കൊന്നുമില്ല. ശരി, താങ്ക് യു.